ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 80 റിവ്യൂ. ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ഇതുവരെയുള്ള പ്രകടനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നൂറ 22 പോയിന്റോടുകൂടി. 20 പോയിന്റോടുകൂടി ആര്യൻ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. മൂന്നാം സ്ഥാനത്ത് 18 പോയിന്റോടുകൂടി നെവിൻ. നാലാം സ്ഥാനത്ത് അക്ബർ 16 പോയിന്റുമായി. ഇന്നത്തെ മോർണിംഗ് ടാസ്ക്: നിങ്ങൾ ബിഗ് ബോസ് വിന്നറായാൽ പത്രക്കാരോട് എന്തൊക്കെ സംസാരിക്കും? വിന്നറായിട്ട് ഒരാളും ബാക്കിയുള്ളവർ മീഡിയ ആയിട്ടും സംസാരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു. മാറി മാറി. അനീഷ് പറഞ്ഞു, ഞാൻ എന്റെ രണ്ടാമത്തെ പുസ്തകം ഇറക്കും, ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതും. ആരോടെങ്കിലും കൃഷുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണാൻ തുമ്പി എന്ന് പാട്ട് പാടുന്ന ജിസൈലിനോടും തനിക്ക് മേക്കപ്പെട്ട് വരുന്ന അനിമളോടും ചില സമയങ്ങളിൽ തന്റെ മനസ്സിനുള്ളിൽ ഒരു പ്രത്യേക കുളിർമ പോലെ തോന്നിയിരുന്നുവെന്ന് അനീഷ്. ആര്യൻ ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ താൻ മാപ്പ് പറയില്ലെന്നും അക്ബർ ഉന്തിയത് മാറ്റി ആര്യൻ അക്ബറിനെ തള്ളിയപ്പോഴാണ് തന്റെ ദേഹത്ത് കൊണ്ടതെന്നും പറഞ്ഞ അനിമോൾ. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള ഇന്റർവ്യൂവിൽ കരയിരുന്ന് പറഞ്ഞ അനിമോൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ കരഞ്ഞതെന്ന് ഷാനവാസ്. ബിഗ് ബോസ് കഴിയുമ്പോൾ തനിക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഷാനവാസ്. പിന്നീട് അനിമോൾ ഷാനവാസിനോട് ചോദിക്കുന്നു, ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഈ കരഞ്ഞതിനെ പറ്റി താൻ അറിഞ്ഞതെന്ന് ചോദിക്കുന്നു. ലക്ഷ്മി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു ഷാനവാസ്. പാല് കട്ട് കുടിക്കുന്ന അനിമോളും നൂറയും. നെവിനും അക്ബറും ഒക്കെ ചായ ഉണ്ടാക്കി കുടിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ പ്രശ്നമാക്കിയ അനിമോളും നൂറയുമാണ് ഇപ്പോൾ കട്ട് കുടിക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ വലിയ വട്ടം കറക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നതായിരുന്നു അടുത്ത ടാസ്ക്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുന്ന ആൾക്കാരേക്കും പോയിന്റ് കൊടുത്ത് കിട്ടുക. വെറും 14 മിനിറ്റും 45 സെക്കൻഡും എടുത്ത് നൂറ ഒന്നാം സ്ഥാനത്തെത്തി. നെവിൻ രണ്ടാമതും, ഷാനവാസ് മൂന്നാമതും, അനിമോൾ നാലാമതും എത്തി. സാബുമാൻ 5-ാം സ്ഥാനത്തും, അക്ബർ 6-ാമതും, ആദില 7-ാമതും, ആര്യൻ 8-ാം സ്ഥാനത്തും, അനീഷ് 9-ാം സ്ഥാനത്തുമാണ് എത്തിയത്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് അനീഷാണ്. ആദിലയും അനീഷും അടുത്ത് നിൽക്കുന്ന ആളിന്റെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് വാണിംഗ് ചെയ്തു കോപ്പി അടിക്കരുത് എന്ന് പറഞ്ഞു. ആദ്യം പോയത് അനീഷും സാബുമാനും അനിമോളുമായിരുന്നു. അതിൽ ആദ്യം പൂർത്തീകരിച്ചത് അനിമോളായിരുന്നു. അനീഷിന്റെയും സാബുവിന്റെയും വട്ടെടുക്കുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് വീണ്ടും ചെയ്യുകയാണ്. പിന്നീട് പോയത് അക്ബറും ആദിലയും ആര്യനുമായിരുന്നു. അക്ബർ ആദ്യം പൂർത്തീകരിച്ചപ്പോൾ ആര്യന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായി, അതാണ് താമസിച്ചത്. പിന്നീട് വന്നത് നെവിനും നൂറയും ഷാനവാസുമായിരുന്നു. അതിൽ ആദ്യം പൂർത്തീകരിച്ചത് നൂറയാണ്. ഈ വന്ന 3 പേരാണ് ഫസ്റ്റും സെക്കൻഡും തേർഡുമായി മാറിയത്. അടുത്ത ടാസ്ക്: ചട്ടുകത്തിന് ഷേപ്പുള്ള വലിയ വസ്തുവിൽ 3 കുഴികളുണ്ടായിരിക്കും. ആ കുഴികളിൽ കറക്റ്റായിട്ട് ബോൾ ചാടിക്കുക എന്നതായിരുന്നു ടാസ്ക്. ശരിക്കും ബാലൻസ് ചെയ്ത് ചെയ്യേണ്ട ഒന്ന്. ആദ്യം വരുന്ന ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ വരുന്ന ആൾക്ക് ചെയ്യുന്നത് കണ്ടു നോക്കി കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. നല്ല കനമുള്ള അത് ഒരു സ്റ്റാൻഡിൽ എടുത്തു വെച്ചിട്ട് വേണം ടാസ്ക് ചെയ്യാൻ, അത് ഇച്ചിരി പാടാണ്. ഷാനവാസാണ് ആദ്യം വന്ന് വലിയ കുഴപ്പമില്ലാതെ ചെയ്യുകയും ചെയ്തു. പിന്നീട് അനീഷ് വന്നു, അനീഷ് നന്നായിട്ട് തന്നെ ചെയ്തു. അനിമോൾ വന്ന് ആദ്യത്തെ നന്നായിട്ട് ഇട്ടു, പക്ഷെ പിന്നീട് കറക്റ്റായിട്ട് ചെയ്യാൻ അനിമോൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഏറ്റവും പുറകിലെ സ്ഥാനമാണ് അനിമോൾക്ക് കിട്ടിയത്. അനിമോളാണ് അവസാനമായത്. 40 സെക്കൻഡ് കൊണ്ട് ചെയ്ത് ഒന്നാമത് ആര്യനാണ് എത്തിയത്. 42 സെക്കൻഡ് കൊണ്ട് രണ്ടാമത് അക്ബറും, മൂന്നാമത് നെവിനും, 4-ാം സ്ഥാനത്ത് നൂറയും, 5-ാം സ്ഥാനത്ത് അനീഷും, 6-ാം സ്ഥാനത്ത് ഷാനവാസും, 7-ാം സ്ഥാനത്ത് ആദിലയും. ആദിലയ്ക്ക് ഇത്തിരി വെപ്രാളം കൂടിപ്പോയി. 8-ാം സ്ഥാനത്ത് സാബുവാനും, 9-ാം സ്ഥാനത്ത്. ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ആദില നൂറയുടെയും സിമ്പതി കാർഡ്, വിക്ടിം കാർഡ് ഇറക്കിയുള്ള സംസാരം ശരിക്കും പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ അത് അവരിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് അവർ അറിയുന്നില്ല. പ്രേക്ഷകരെ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യാണ് നൂറയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പ്രേക്ഷകർ വിട്ടികളല്ലോ. നിവിന്റെ കുറെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. നിവിന് അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നിവിനെതിരെ പറയുന്ന പലതും അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആണുങ്ങൾ മാത്രമേ കപ്പടിക്കൂ എന്ന് ആര്യം പറഞ്ഞിട്ടുണ്ടെന്നും ടോപ്പ് 5-ൽ പെണ്ണുങ്ങൾ വരാറില്ല എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രേക്ഷകർ വോട്ട് കൊടുക്കുമെന്നാണ് അവർ കരുതുന്നത്. നൂറയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വോട്ടുണ്ട്, അറിയിക്കാത്ത വോട്ടുകളുണ്ട്. ഉള്ള വോട്ട് കളയാതിരിക്കുകയാണ് ചെയ്യേണ്ടത്, ആവശ്യമില്ലാത്ത പെരുമാറ്റത്തിലൂടെ വർത്തമാനത്തിലൂടെയൊക്കെ. ഇതിനിടയ്ക്ക് ആര്യന് അനിമോളോടും നൂറയോടും അതിരോടും പറയുന്നുണ്ട്, ബിഗ് ബോസ് ഏതായാലും 2 സീക്രട്ട് ടാസ്ക് തന്നു, അടുത്തൊരു ടാസ്ക് ഒക്കെ തന്നു എന്ന് പറഞ്ഞ് അനീഷിനെയൊക്കെ പറ്റിക്കാമെന്ന് പറയുന്നുണ്ട്. തുണിയൊക്കെ കഴിപ്പിക്കുകയോ ശയന പ്രദർശനം ചെയ്യിപ്പിക്കുകയോ മറ്റോ. അനിമോൾ പറയുന്നു, അത് ചെയ്യേണ്ട, അത് മോശമാണ്. കള്ള സീക്രട്ട് ടാസ്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യുമോ അവർ? അനിമോളും ആദിലയും നൂറയും ഒക്കെ ചേർന്ന് സ്റ്റോർ റൂം വലിച്ചു പിടിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അക്ബറിനെയും ആര്യനെയും നെവിനെയുമായിരുന്നു പറ്റിക്കാൻ ശ്രമിച്ചത്. മിഡ് വീക്ക് എവിഷനാണോ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വന്നത് അനീഷാണ്. ഷാനവാസിന്റെ ബാറ്ററി എടുത്തുകൊണ്ടാണ് പുറത്തുനിന്ന് പൂട്ടിയതെന്ന് ബിഗ് ബോസിനോട് അനീഷ് ചോദിക്കുന്നു. എന്താ ബിഗ് ബോസ് തുറക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ബാറ്ററി തിരിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട് ബാറ്ററി തിരിച്ചു വെച്ചു. സ്ത്രീ ജനങ്ങൾ ഓടിപ്പോയപ്പോൾ അനീഷ് പതുക്കെ തുറന്ന് പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? ആദ്യം അക്ബറിനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും ഇപ്പോൾ നല്ല ഗെയിമർ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണെന്നും നെവിൻ അക്ബറിനോട്